എൻ്റെ പേര് ജാക്വിലിൻ. എൻ്റെ സ്വന്തം വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, മറ്റത്തിൽ കുരിശുപള്ളി റോഡിലുള്ള ജെയിംസിൻ്റെയും റോസിയുടെയും മകളാണ് ഞാൻ. കണ്ണനായ്ക്കൽ ഹൗസ്. 22 വർഷത്തോളമായി കഠിന വേദനയിലൂടെ കടന്നു പോയിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പലപ്പോഴും വളരെ സിവിയർ പെയിനിലൂടെ എന്നെ പോകേണ്ടി വന്നിട്ടുണ്ട്. ലാസ്റ്റ് 7 വർഷമാണ് ഏറ്റവും അധികം വേദനയുണ്ടായിരുന്നത്. ഡോക്ടേഴ്സ് പല പേരുകൾ പറഞ്ഞിരുന്നു. ജോയിൻസിനാണ് ഏറ്റവും കൂടുതൽ വേദന. അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജോയിൻസ് എല്ലാം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മസിൽസ് ആ സ്ഥാനത്ത് വർക്ക് ചെയ്ത് മസിൽസും ഡാമേജ് ആയി തുടങ്ങി. അതുകൊണ്ടാണ് ഇത്രയും സിവിയറായിട്ടുള്ള വേദന വരുന്നതെന്ന്. എല്ലാ തരത്തിലുള്ള മെഡിസിൻസും പരീക്ഷിച്ചെങ്കിലും എല്ലാ ഡോക്ടേഴ്സും എൻ്റെ മുന്നിൽ നിസ്സഹായരായി നിൽക്കുക ചെയ്തത്. ആയുർവേദത്തിൽ നിന്നാണ് തുടങ്ങിയത്. ആയുർവേദം കഴിഞ്ഞ് ഹോമിയോ, അതിനുശേഷം നേച്ചുറോപ്പതി, പിന്നെ ന്യൂട്രീഷൻ ഡയറ്റ്, അവസാനം അലോപ്പതി. കുറേ കാലങ്ങൾക്ക് ശേഷം 2-4 വർഷങ്ങൾ ചികിത്സിച്ചിട്ട് അവരെന്നെ കൈവിടുകയായിരുന്നു. അങ്ങനെ അവസാനം 3 മാസങ്ങൾക്ക് മുന്നാണ് ഞാനിവിടെ കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ധ്യാനത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് വന്നത്. നാളത്തേക്ക് 3 മാസം തികയുന്നു എനിക്ക് സൗഖ്യം ലഭിച്ചിട്ട്. ഞാനവിടെ വരുന്ന സമയത്ത് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ പെയിൻ കൂടി എൻ്റെ 2 തള്ളവിരലുകൾ അനക്കാൻ പറ്റാതായി. നട്ടലിലെ വെർട്ടിബ്രാസ് കുറേശ്ശെ ഉരഞ്ഞു തുടങ്ങി. വേദനയുടെ അങ്ങേയറ്റത്തായി. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 പേരുള്ള വീട്ടിൽ കഷ്ണം കട്ട് ചെയ്യാനായിട്ട്, സാധനങ്ങൾക്ക് ഭക്ഷണം വയ്ക്കാൻ കഷ്ണങ്ങൾ കട്ട് ചെയ്യാനായിട്ട് കുക്കിനെ അന്വേഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഞങ്ങളെല്ലാവരും വിദേശത്തായിരുന്നു. ഞാനും മക്കളുമാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ഹസ്ബൻഡിനോട് അവസാനിപ്പിച്ച് പോരാൻ പറഞ്ഞു തുടങ്ങി. അത്രയും അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. വരുന്നത് ട്രെയിനിലായിരുന്നു. കിടന്നുകൊണ്ടാണ് ഞാൻ വന്നിരുന്നത്. വേദന എത്ര സിവിയറാണെന്നുള്ളതെന്ന് വെച്ചാൽ ഒരു കുർബാന അറ്റൻഡ് ചെയ്യണമെങ്കിൽ പെയിൻ കില്ലർ കഴിക്കണം. അപ്പോൾ അറിയാമല്ലോ, എല്ലാ സമയത്തും, അതായത് 24 മണിക്കൂർ 365 ദിവസം പെയിൻ. ആ അവസ്ഥയിൽ ഞാനിവിടെ വന്നു, കോട്ടയത്ത് വന്നു. തലേ ദിവസം തന്നെ ഞാനെത്തി. അന്ന് രാത്രി യാത്രയുടെ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഒട്ടുറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഇതിൻ്റെ ഈ ഈ ജോയിൻസ് അല്ലെങ്കിൽ നട്ടെല്ല് അല്ലെങ്കിൽ മസിൽസ് പെയിൻ്റെ കൂടെ കുറേ അഡീഷണൽ അസുഖങ്ങളുണ്ട്. അതായത് ഇയർ ബാലൻസ് പ്രോബ്ലം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ പിറ്റേ ദിവസം ഇയർ ബാലൻസ് പ്രോബ്ലമായി. തല നേരെ പിടിക്കാൻ പറ്റുന്നില്ല അവസ്ഥയിൽ കിടന്നുകൊണ്ട് ധ്യാനം അറ്റൻഡ് ചെയ്തു. പിറ്റത്തെ ദിവസം കുമ്പസാരം കഴിഞ്ഞു. ആ സമയത്ത് കുമ്പസാരം കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ശക്തമായൊരു തോന്നലുണ്ടാവുകയാണ്. സൗഖ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് സാവ് ബ്രദർ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടായിരിക്കുമെന്ന്. വിചാരിച്ചതുപോലെ തന്നെ അങ്ങനെ തോന്നി. അത് വിശ്വാസമാണോ ബോധ്യമാണോ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ സാവ് ബ്രദർ സ്റ്റേജിൽ കയറി വന്ന ഉടനെ തന്നെ ധ്യാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസം സാവ് ബ്രദർ സ്റ്റേജിലേക്ക് എന്നെ വിളിപ്പിച്ചു. തലയിൽ കൈവച്ച് യേശുവിൻ്റെ അധികാര നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്നൊരു ശക്തമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ തലയിലേക്ക് ഭയങ്കരമായിട്ട് ശക്തി വന്ന് നിറയുന്നത് പോലെ തോന്നി. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് മുട്ടുകുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇരുന്നു, ഇരിക്കാൻ പറ്റുന്നില്ല, കിടന്നു. പിന്നെ ഒരു 2 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു. അത് ഞാൻ അറിഞ്ഞത് പിന്നീട് വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അതിനുശേഷം ഞാൻ കണ്ണു തുറന്ന് സാവ് ബ്രദർ ഇപ്പോൾ എഴുന്നേൽക്കാവോ എന്ന് ചോദിച്ചേ ഞാൻ എഴുന്നേൽക്കുന്ന മൊമെൻറ്റിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ സൗഖ്യപ്പെട്ടു. കാരണം താഴത്തുനിന്ന് കിടന്ന് എനിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 10 പേരുടെയെങ്കിലും സഹായം ആവശ്യമുണ്ടായിരുന്നു. അത് ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റല്ലോ. പിന്നീട് സാവ് ബ്രദർ എൻ്റെ അടുത്ത് കൈ അനക്കി നോക്കാനൊക്കെ പറഞ്ഞു. അവിടെയൊന്നും വേദനയില്ല. ജോയിൻസിൻ്റെ വേദന പൂർണ്ണമായി ആ നിമിഷം തന്നെ വിട്ടുമാറി. അന്ന് ഇതുപോലത്തെ സ്റ്റേജിൻ്റെ നടുവിലൂടെ എന്നെ ഓടിക്കുകയൊക്കെ ചെയ്തു. 22 വർഷമായിട്ട് അനുഭവിക്കുന്ന അതികഠിനമായ ജോയിൻസിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദനയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട്, മാക്സിമം പ്രാർത്ഥന കഴിഞ്ഞു 5 മിനിറ്റ് കൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റി. അത്ഭുതകരമായ ഒരു രോഗശാന്തിയായിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും ഒന്ന് വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണം ദൈവശക്തി ഈ മകളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി ഈ മകൾ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. കർത്താവ് തൊട്ടാൽ സൗഖ്യം ഉറപ്പാണ്. ഏത് മാരകമായ രോഗത്തെയും കർത്താവിന് സൗഖ്യമാക്കാൻ പറ്റും. കർത്താവിൻ്റെ മുറിവിൽ നമുക്ക് വേണ്ടി സൗഖ്യം വെച്ചിട്ടുണ്ട്.
Jesus.